ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് വിഭവമായിട്ടാണ് വന്നേക്കുന്നത്. ഗോതമ്പ് ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഈ ദോശ കഴിക്കാൻ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? അടുപ്പ് കത്തിച്ച് ചുവടുകട്ടിയുള്ളൊരു പാത്രം വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂക്കുമ്പോൾ ചെറുതായി കീറിയ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായി വട്ടത്തിൽ മുറിച്ച പച്ചമുളക് ചേർത്ത് പച്ചമണം മാറുമ്പോൾ സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് വഴറ്റുക. ഒത്തിരി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് വഴറ്റുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ വഴന്നു കിട്ടും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മാവ് കലക്കാൻ തുടങ്ങിയാലോ? തലേ ദിവസത്തെ ദോശമാവ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു തവി ഒരു പാത്രത്തിലേക്ക് എടുക്കുക. ദോശമാവില്ലെങ്കിൽ അതിന് പകരമായി 2 ടേബിൾ സ്പൂൺ തൈര് എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് വഴറ്റി വെച്ച സവാളയും ചിരകി വെച്ച തേങ്ങയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഗോതമ്പ് പൊടിയും ആവശ്യം വേണ്ട വെള്ളവും ചേർത്ത് ബാറ്റർ തയ്യാറാക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കട്ടയൊക്കെ നന്നായി ഉടച്ച് അധികം കട്ടിയില്ലാതെ ലൂസായി വേണം മാവ് കലക്കിയെടുക്കാൻ. ഇതിനെ 5 മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. നിങ്ങൾ ഇതുവരെ ഇങ്ങനെയല്ല ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മടിക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.